ഒരിക്കൽ കൂടി എല്ലാ ആളുകൾക്കും താങ്ക്സ് അറിയിക്കുകയാണ്. പേര് വളരെ നല്ല രീതിയിൽ വിഷ്ണു സാർ പരിചയപ്പെടുത്തി. പേര് ഷഫാന. മലപ്പുറം മഞ്ചേരിയാണ് സ്വദേശം വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ ടീച്ചറാണ്, റിട്ടയർഡ് ആയതാണ്. ഉമ്മ ഫാർമസിയാണ്. ഈ ഒരു അവസരം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു സുഹൃത്ത് വഴിയാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷഫാന മാഡം. മാഡം വരുന്നതിന് മുമ്പ്, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓക്കെ. അത് പറയാന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ചിന്തിക്കുന്ന പോലെ തന്നെ വരുമാനം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഇതിൽ വരുന്നത്. പക്ഷെ പല മേഖലകളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാന്. അതായത് നമ്മള് പഠനം കഴിഞ്ഞത് +2 കഴിഞ്ഞതിന് ശേഷം DMLT ആണ് പഠിച്ചത്. ആ ഫീൽഡിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അതിനുശേഷം എനിക്ക് മനസ്സിലായി ജോലിയല്ല നല്ലത് എന്നുള്ളത്. വീണ്ടും പല മേഖലകളും തേടി VFX എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം റോട്ടോ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത്, അത് ചെന്നൈ മൂവി കാര്യങ്ങൾ വർക്ക് ചെയ്തായിരുന്നു. അത് മനസ്സിലായി നമ്മൾ എഫേർട്ട് എടുക്കണം എന്നുള്ളത്. പിന്നെ ടൈലറിംഗ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഉമ്മ ഉപ്പ ഗവൺമെന്റ് എംപ്ലോയീസ് ആയതുകൊണ്ട് തന്നെ ഞാനും ചിന്തിച്ച് അതല്ലാതെ നല്ലൊരു മേഖല എന്നുള്ളതാണ് അന്നും ഇന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇൻകം എന്നുള്ള ബേസിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതും എന്തോ ദൈവഹിതം അത് ക്ലിക്ക് ആയി പോയി. അതിന് ചെറിയൊരു ഇൻകം സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിൽ കിട്ടുന്നത്. ഇത് ചെയ്തു നോക്കാം അതുപോലെ തന്നെ കരുതിയിട്ടുള്ളൂ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടുന്ന സമയത്ത് അതും അതുപോലെ ചെയ്തു നോക്കാന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെയാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അടിപൊളി. എന്ത് പറഞ്ഞിട്ടാണ് മാഡം പ്രോഗ്രാമിലേക്ക് ആ സുഹൃത്ത് വിളിച്ചിട്ടുള്ളത്? എന്ത് പറഞ്ഞിട്ടാണ് മാഡത്തിനെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്? സത്യത്തിൽ ഞാൻ ഇതിലേക്ക് വരുന്നത് നമ്മുടെ ഐപേഴ്സ് എന്ന പ്രോഡക്റ്റിൽ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ സുഹൃത്ത് പറഞ്ഞു എന്റെ അലർജി പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനും കൂടെ ഉണ്ട്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. പക്ഷെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പ്രോഡക്റ്റ് സെയിൽ ചെയ്യൂ. ബാക്കിയുള്ള ഇൻകം വേണമെങ്കിൽ ഞാൻ ഏൺ ചെയ്യാം, സെയിൽ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ ഈ സുഹൃത്ത് പറഞ്ഞ പ്രകാരം, കാരണം ഉമ്മ ആയുർവേദ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഐപേഴ്സ് ഉപയോഗിക്കാനുള്ള ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ, സെയിലിന് എനിക്കുള്ള താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നീട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ വരുമാനം എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ കയറി നിന്നിട്ടുള്ളത്. ആ പ്രൊഡക്റ്റ് ബേസിലാണ് ഞാൻ വരുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ വരുന്നത്. ഓക്കെ, മാഡം ഏറ്റെടുത്ത സമയത്ത് മാഡം പറഞ്ഞു പല മേഖല മാഡം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിയൽ ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് ഫാമിലിയിൽ നിന്നുള്ള ഒരു എങ്ങനെയായിരുന്നു ഒരു സപ്പോർട്ട്? ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു? അതിപ്പോ ഇതിലിരിക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണോ അതുപോലെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നുണ്ട്. ഫാമിലി ആയുർവേദ അല്ലേ മാഡം? ആയുർവേദ ഫീൽഡ് പാരമ്പര്യ വൈദ്യ ഫാമിലിയാണ്. അപ്പൊ ആ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഉൽപ്പന്നത്തിന് എന്തായാലും പരിചയപ്പെടുത്തി കൊടുക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഉമ്മാന്റെ ഫാമിലി ആണെങ്കിൽ ടീച്ചേഴ്സ് ഫാമിലിയാണ്. അപ്പൊ ഇവരുടെ എന്തായാലും എനിക്ക് ഇറങ്ങാനുള്ള ഒരു സൊല്യൂഷൻ അല്ല. കാരണം ഗവൺമെന്റ് ജോബ് അതായത് PSC എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ജോലി മൈൻഡ് മാത്രം. ഞാനും തന്നെ വർക്ക് ചെയ്ത സമയത്ത് കമ്പ്യൂട്ടർ ഫീൽഡിലായിക്കോട്ടെ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു ജോലി എന്നുള്ളത് മാത്രമാണ് എന്റെ മൈൻഡിലേക്ക് വന്നത്. എനിക്കും അതേപോലെ തന്നെയാണ്. PSC കോച്ചിങ്ങിന് കുറെ പോയി. പക്ഷെ അതൊന്നും നമുക്ക് നടക്കില്ല. അത് നമുക്കുള്ളതല്ലാതെ ദൈവം ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ വീട്ടുകാരുടെ ഇടയ്ക്ക് എനിക്ക് ഇത് കൊണ്ടു ചെല്ലാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ സാറോട് പറഞ്ഞു, സാറേ സെയിലിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വരുമാനം എനിക്ക് വേണം, പക്ഷെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ വരുന്നത്. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരിക്കലും ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല. ഉമ്മക്ക് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പഠിച്ചിട്ട് പല മേഖലയും നോക്കിയിട്ട് ഈ ഒരു ഫീൽഡിലേക്കാണോ പോണത്, ജോലി ചെയ്യണം, ജോലി ചെയ്തെങ്കിലാണോ ഒരു ഇൻകം എന്നുള്ള രീതിയിലും. അത് കാരണം രാവിലെ പോയി വൈകുന്നേരം എന്നുള്ളത് മാത്രമാണ് ജോബിൻ്റെത്. ഇത് ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. എന്റെ മൈൻഡിലും അങ്ങനെ തന്നെ. പക്ഷെ ഇൻകത്തിന്റെ ബേസിൽ വീട്ടുകാരെ സംബന്ധിച്ച് എനിക്ക് കിട്ടൂല എന്ന് എനിക്ക് 100% അറിയുന്നതുകൊണ്ട് തന്നെ പല മേഖലയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ മേഖലയിലാണോ എന്ന് എന്നോട് ചോദിച്ചത്. കാരണം ചാനൽ വരെ ഞാൻ ഊണ് ഉറക്കില്ലാതെയാണ് വീട്ടിൽ ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവർക്ക് അറിയാം ഇനി ഇതിലും പോയി തലയിടുന്നില്ല. കാരണം എല്ലാത്തിലും പോയി തലയിട്ട ഒരാളാണ് ഞാൻ. ഇങ്ങനത്തെ ബിസിനസ്സിലല്ല, ഈ ഒരു മേഖലയിൽ പല മേഖലയും സക്സസ് ആയെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പല മേഖല നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ ഷഫാനോട്. ഓക്കെ, അപ്പൊ ഫാമിലിയിൽ നിന്നുള്ള എന്ത് ചെയ്തു നമ്മൾ കേട്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയുക സ്റ്റൈൽ അടക്കം മാറുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ മാറുന്ന സമയത്ത് നമ്മളുടെ നാട്ടുകാരുടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ റെസ്പോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോണ്ട് ആയിരുന്നു. ഐപ്പിൾസ് ബേബി, ഐപ്പിൾസ് ഡോക്ടർ, അതേപോലെ തന്നെ ഐപ്പിൾസിന്റെ മരുന്ന് ഉമ്മ ആയുർവേദമാണ്, ഈ ഇപ്പൊ ഐപ്പിൾസിന്റെ കച്ചവടമാണ്. അതേപോലെ തന്നെ പല രീതിയിലുള്ള കമന്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ സ്മൈൽ മാത്രം കൊടുത്തു, അതെ ഞാൻ ഡോക്ടറാണ്, അതെ ഞാൻ ഐപ്പിൾസ് ഡോക്ടറാണ്, ഇങ്ങനെ മറുപടി കൊടുത്തൊരു വ്യക്തി മാത്രമാണ് ഞാൻ. കാരണം എനിക്ക് എന്ത് മേഖലയിൽ കയറാണെങ്കിൽ അതിന്റെ അറ്റം വരെ പോകുക എന്നുള്ളത് എന്റെ ഒരു സ്വഭാവമാണ്. അതിന് എന്ത് മേഖലയായിക്കോട്ടെ. അപ്പൊ അതിന് എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറ്. അതുപോലെ തന്നെയാണ് ഞാൻ അതിൽ കയറി വന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല. കാരണം ഞാൻ അതിലെ കേട്ടിട്ട് ഇതിലെ വിടും. കാരണം സ്പോട്ടിൽ ഞാൻ മറുപടി കൊടുക്കും, സ്മൈലി കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഞാൻ പറയാം അതേന്നുള്ള സമ്മതിച്ചിട്ട് ഞാൻ മറുപടി കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ കമന്റുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളെ മാർക്കറ്റിൽ എന്ന് പറയുന്നത് ഈ ഇൻഡസ്വ ചെയ്ത് 500 റാങ്കിലെത്തി നിർത്തിയ ഒരു ആളടിക്കാൻ ഞാനിത് ഇറങ്ങുന്നത്, ഒരു സ്റ്റാർ പോലും ആവാതെ ഇറങ്ങുന്നത്. അപ്പൊ ഏതോ ഒരു കുഞ്ഞാണി, അങ്ങനെ തന്നെ പേര് പറയാൻ ഞാൻ, ഏതൊരു കുഞ്ഞാണി ചെയ്ത് ബിസിനസ് ആണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഞാൻ പോലും അറിയില്ല അത് 500 ആയിട്ട് നിർത്തിയിട്ടുണ്ട് എന്ന് പറയാം. ആ മാർക്കറ്റിൽ ഞാൻ ഇറങ്ങുമ്പോൾ എന്തായാലും എനിക്ക് കമന്റുകൾ വരും എന്നുള്ളത് എനിക്ക് ഷുവറാ. പിന്നെ ഇങ്ങനെ കേട്ട് മനസ്സിലായി എന്തായാലും ഇത് എനിക്കുള്ള മേഖലയാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇതിന്റെ അറ്റം വരെ ഒന്ന് പോയി നോക്കും എന്നുള്ള രീതിയിലാണ് കയറി നിന്നിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. മാഡം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്ന വ്യക്തികളൊക്കെ നമ്മൾ കൂടുതൽ വ്യക്തികൾ മാഡത്തിന്റെ കൂടെ നിൽക്കാനുള്ള കാരണം എന്താണ്?
നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറഞ്ഞു മാഡം ഇപ്പൊ നമ്മൾ നെഗറ്റീവ് ഉള്ള ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വന്നിട്ടുള്ളത്, ആ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. പക്ഷെ അവിടെയാണ് എന്ത് ചെയ്യുന്നത് മാഡം ബിസിനസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ബിസിനസ്സിൽ കൊണ്ടുവരുന്ന വ്യക്തികൾ പല സമയത്ത് നെഗറ്റീവ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരുന്ന വ്യക്തികൾ എങ്ങനെയാണ് അവർ നമുക്ക് എന്ത് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കമന്റുകൾ നമുക്കറിയാലോ, നെഗറ്റീവ് കമന്റ് ഈ ഒരു ബിസിനസ്സിൽ വരുള്ളൂ എന്നുള്ളത് അതേ നമുക്ക് സാർ പറഞ്ഞിരുന്നുണ്ട്. നല്ലത് ഇതിൽ പ്രതീക്ഷിക്കേണ്ട, ഒരാൾ വിളിക്കുന്ന സമയത്ത് പോസിറ്റീവ് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത്. പക്ഷെ അതിന്റെ രണ്ട് വശങ്ങളും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയാനുള്ള ഒരു കാരണത്തിന് മറികടക്കുക എന്നുള്ളത് മാത്രമല്ല, എന്തായാലും നെഗറ്റീവ് കേൾക്കും, ഈ നെഗറ്റീവിനെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് മാത്രമേ പഠിച്ചാൽ മതി എന്നുള്ളത് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് ഞാൻ ആര് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ നിൽക്കേ, പ്രൊഡക്റ്റ് കൊടുക്കാതെ നിൽക്കേ ചെയ്തിട്ടില്ല. കാരണം അവരെ മറുപടിയെ ഞാൻ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് മാത്രം ആലോചിച്ചു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്ത് നിർത്തിപ്പോയ ആൾക്കാരുണ്ട്, പക്ഷെ ഇന്ന് നിലവിലിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നാട്ടുകാരുടെ ഇടയിൽ നമ്മളിത് കയറി വരുന്ന ഓരോ ഘട്ടങ്ങളും കാണുമ്പോൾ ഇവർ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഉള്ളിലൂടെ സമ്മതിക്കുന്നതും സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവും എന്നുള്ളത് അത് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടിപൊളി അടിപൊളി. ഒരു ഗട്സ് ആണല്ലേ ഷഫാന മാഡം? തീർച്ചയായിട്ടും മാഡം പറഞ്ഞു, മാഡത്തിന്റെ മാർക്കറ്റ് പറഞ്ഞു, നമ്മൾ കേൾക്കാം. മാർക്കറ്റിൽ പല വ്യക്തികളും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇൻഡസ്ട്രോ എന്താണ്, ഇൻഡസ്ട്രോ ഇവിടെ വന്ന് പോയതാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഷഫാന മാഡം അവിടെ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു നിർത്തിപ്പോയ വ്യക്തികൾ ഒരുപാട് എന്ത് ചെയ്യുന്നത് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ മാർക്കറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഗട്സോട് കൂടി ഷഫാന മാഡം എന്ത് ചെയ്തു ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഷഫാന മാഡം അടിപൊളി. എന്തെല്ലാം നേട്ടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി മാഡം? ഇത് ചുരുങ്ങിയ സമയം മാഡം പറഞ്ഞു വീട്ടമ്മയാണ്, എന്തെല്ലാം നേട്ടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി ഈ അവസരത്തിലൂടെ മാഡത്തിന് കൈവരിക്കാൻ പറ്റി, അതൊന്ന് വിശദീകരിച്ചേ കൊള്ളാം. നേട്ടങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വരുമാനം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്ന് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ ഫാമിലിയിൽ ഓരോരുത്തർ വാങ്ങുന്നതിലേറെ ഇൻകം മന്ത്ലി ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. കാരണം എഞ്ചിനീയർമാരായിട്ട് പല രീതിയിൽ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരോട് ഇൻകം ചോദിക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ആകുന്ന ഇൻകം വളരെ തുച്ഛമായിട്ടുള്ള ഇൻകം, ആ ഇൻകത്തിനുള്ള ഒരു നടത്തല്ല ഇവരാരും നടന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ കൂളായിട്ട് എന്റെ ഓരോ വീക്കിലെ ഇൻകം ഞാൻ കാണിച്ചു കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ളത് എന്റെ ഫസ്റ്റ് മുതലേ ഉള്ളതാണ്. കാരണം ഇവർ ഏറ്റവും ടോപ്പിൽ ഇൻകം കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ മന്തിലും ടോട്ടൽ ഇൻകം നോക്കുന്ന സമയത്ത് 75,000-ന് മുകളിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നോർമലി നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തികളെ സംബന്ധിച്ചിട്ട് ഇത് ടോപ്പ് ഇൻകം തന്നെയാണ്. കാരണം 30,000 35,000 ഇൻകം വാങ്ങിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇത് എനിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് വളരെ പ്രൗഡാണ്. ഇതൊരിക്കലും വേറെ ജോബിന് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം അല്ല. ഇത് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രൂവ് ചെയ്യുന്ന ഒരു, എന്റെ ഫാമിലിയിലായിക്കോട്ടെ എന്നോട് ഇത് വാദിക്കാൻ വരുന്ന ആൾക്കാർക്ക് എനിക്ക് കാണിച്ചു കൊടുക്കുന്നത് ഏറ്റവും തെളിവ്. ഇതാണ് എന്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഫാമിലി ടോട്ടലി ഞാൻ നോക്കും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നോക്കുന്നത് ഞാനാണ്. അപ്പൊ വീട്ടിലത്തെ എന്ത് കാര്യം ആയിക്കോട്ടെ ഞാൻ തന്നെയാണ്. ഇന്ന് പാരന്റ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ എന്തെങ്കിലും എല്ലാ മന്തിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ഒരു ഇൻഡസ്ട്രി മാത്രമാണ്. ഇതൊക്കെ എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ആണ്. കാരണം വേറെ കുറെ സംഭവങ്ങളല്ല എന്റെ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അതായത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്റെ ഫാമിലി ടോട്ടൽ ഞാനാണ് നോക്കുന്നത്. എന്തായാലും മന്ത്ലി എനിക്കൊരു 20,000 അല്ല അതിൽ കൂടുതൽ ചെലവ് വരുന്നുണ്ട്. അത് ഞാൻ ഇൻഡസ്ട്രിയിലൂടെ മാത്രം ഉണ്ടാക്കുന്ന വരുമാനമാണ്. വേറെ ഒരു മേഖല എന്റെ കയ്യിൽ ഈ അച്ചീവ്മെന്റ്സ് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഓക്കെ, ഇത് മതി. നിന്റെ നാട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മതി. കാരണം ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടിപൊളി അടിപൊളി ഷഫാന മാഡം, അടിപൊളി. മാഡം നമ്മൾ പറഞ്ഞു നമ്മൾ മഞ്ചേരി മണ്ണിൽ നിന്നാണ് തുടങ്ങുന്ന ബിസിനസ് അല്ലേ? മഞ്ചേരി മണ്ണിൽ നിന്ന് തുടങ്ങിയ ബിസിനസ് ഇന്ന് മാഡത്തിന് എവിടെയൊക്കെ ബിസിനസ് ഉണ്ട് ഞങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഹലോ. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കൊറോണ സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുക നമ്മുടെ ഫാമിലി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ബിസിനസ് ആയിട്ട് ഞാൻ അതിനെ എങ്ങനെയാണ് രണ്ടുപേര് വരണം, അതേപോലെ ഈ ബിസിനസ്സിൽ കുറെ ആൾക്കാർ വരണം, ഇങ്ങനെ മാത്രമല്ല നമ്മൾ ചിന്താഗതിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് നിൽക്കുന്ന സമയത്ത് കാസർഗോഡ് മുതൽ പല ഏരിയകളിൽ, ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കുറവാണ്, ബാക്കിയുള്ള എല്ലാ ഏരിയയിലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ബിസിനസ് പാർട്ട്നേഴ്സ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ ഇൻകം വാങ്ങി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കട്ടക്ക് നിൽക്കുന്ന നല്ല ചങ്ക്സ് ഫ്രണ്ട്സിനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പല ഏരിയയിലും നല്ല നല്ല ഫാമിലി മെമ്പേഴ്സിനെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പല ഏരിയയിലും ഉണ്ട്. ഇന്ന് സൗദിയിലുണ്ട്, അതേപോലെ ദുബായിലുണ്ട്, അങ്ങനെ പല ഏരിയയിലും നമ്മളെ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി, സൂപ്പർ ഷഫാന മാഡം. മാഡം ഒരു കമന്റ് നമ്മൾ ഇതിൽ കാണുന്നുണ്ട്, ഇപ്പൊ ഫാമിലി എന്ത് പറയുന്നു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാഡം ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഫാമിലി എന്ത് പറയുന്നു? ഫാമിലി പറയേണ്ട ആവശ്യമില്ല. ഫാമിലി എന്താ മൗനത്തോട് കൂടി എന്നെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഓരോ മാറ്റങ്ങളും ഓരോ മൂവ്മെന്റ്സ്, അതേപോലെ തന്നെ നമ്മൾ ഓരോ മാറ്റങ്ങളും ഓരോ ദിവസങ്ങളിലെ മാറ്റങ്ങൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇവർ പറഞ്ഞിട്ടില്ലെങ്കിലും അത് അവരുടെ ഫേസിലായിക്കോട്ടെ, എന്തെങ്കിലും ഫംഗ്ഷന് പോണ സമയത്തായിക്കോട്ടെ, നമ്മൾ അനുഭവിക്കുന്ന ഒരു മനസ്സുഖമുണ്ട്. അത് ഇതിലൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയൂല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അവർക്ക് അറിയാം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ.
അടിപൊളി. പ്രൗഡാണ്. ഫാമിലി ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. തുടക്കത്തിൽ ഒരിക്കലും നമ്മൾ ഫിസിക്കലി ഇറങ്ങുന്ന സമയത്തൊക്കെ കട്ട നെഗറ്റീവ് ആയിരുന്നു. കാരണം ഇവരൊക്കെ പറയും ഇതിങ്ങനെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയാണ് രാവിലെ ഇതിന് കറക്റ്റ് സമയമല്ല, ജോലി ആകുമ്പോൾ കറക്റ്റ് ഒരു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയല്ലേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഇറങ്ങി ചെയ്യേണ്ട ആവശ്യം, ഇങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വൈകുന്നേരം വരുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. എന്നാൽ അതിലൊന്ന് രക്ഷപ്പെട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് മക്കൾ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വളരെ പ്രൗഡാണ്. കാരണം ഇവരൊക്കെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ. അല്ലാതെ ഞാൻ ഒരിക്കലും അവരോട് വാദിക്കാൻ നിൽക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളൂ. ഓക്കെ. ഓക്കെ, അടിപൊളി. ഓക്കെ മാഡം, പുതിയതായിട്ട് വന്ന ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ, നമ്മളെ സംബന്ധിച്ചുള്ള നമ്മളെ പുതിയ VROസും BBOസും ഒക്കെ നമ്മൾ എന്തിന്റെ പ്രോഗ്രാമിലുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്ത് ചെയ്യാ, നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഒരു അഡ്വൈസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം. തീർച്ചയായിട്ടും. കാരണം ഇതിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്ന സമയത്ത് ഞാൻ ഫസ്റ്റിൽ ഈ സ്ക്രീനിലും അതേപോലെ തന്നെ ഫിസിക്കൽ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഉള്ളിൽ പല ചോദ്യങ്ങളായിരിക്കും. ചിലപ്പോൾ പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും. അതായത് പ്രൊഡക്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, 12 പ്രൊഡക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ എനിക്ക് 2 പേരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സംഗതികളായിരിക്കും. പക്ഷെ ഇവിടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് കാര്യത്തിലും ആദ്യം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് കമ്പനിയിൽ 100% അറിഞ്ഞിരിക്കണം, വിശ്വസിച്ചിരിക്കണം. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൽ 100% വിശ്വസിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ടീം, ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് 100% വിശ്വാസം ഉണ്ടായിരിക്കണം. ഇത് എന്നാണോ ആ 100%ലേക്ക് എത്തുന്നത്, അന്ന് നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല. കാരണം പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ സെയിൽ അറിയുന്ന ഇല്ല എന്നുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എവിടെയോ ഒരു പെർസെന്റേജ് നിങ്ങൾക്ക് കുറവുണ്ടാവും. അത് എന്നാണോ നിങ്ങൾ ഫിൽ ചെയ്യുന്നത് സക്സസ് ആക്കാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഒരാൾ പറയുന്ന സമയത്ത് നെഗറ്റീവ് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്നാണോ നിങ്ങൾ 100% കമ്പനിയിൽ വിശ്വസിക്കുന്ന ആ രീതിയിലേക്ക് നിങ്ങൾ മാറുന്നത്, അന്ന് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ടീം, അതായത് ഈ ഒരു ബിസിനസ്സിൽ എന്നാണോ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ പറയുന്ന സമയത്ത് ഇങ്ങനെ കയറ്റിറക്കങ്ങൾ വരാൻ കാരണം നമുക്ക് 100% എത്താത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ പഠിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കി എടുക്കുക, പഠിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻകം വരും. നെഗറ്റീവ് മെന്റാലിറ്റി ഒക്കെ നിങ്ങൾക്ക് പോകുന്നുള്ളതാണ്. അപ്പൊ 100%, ഒരു 99% അല്ല, വെറും 100%ലേക്ക് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. അത് എന്നാണോ നിങ്ങൾ ആകുന്നത്, അന്ന് ആ സക്സസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഷഫാന മാഡം.